കുഞ്ഞാ ഇവനിവിടെ പോയി. ഓൻ അവിടെ ഇല്ല തോമ, കിഴക്കെ പോയിൽ കുളിക്കാൻ പോയിരിക്ക. അവൻ ഇവിടുത്തെ പോയ കുളിച്ചാ പോരെ? അവൻ റെഡി ആയിരിക്കും പറഞ്ഞിട്ടല്ലേ ഞാൻ വായ പിടിച്ചു വന്നത്. ഇവിടെ വെളുപ്പിന് ഒരു കുളി കഴിഞ്ഞതാ. അപ്പൊ ഇവിടുത്തെ വെള്ളത്തിന് ചൊറച്ചില്ല, വെളുക്കണില്ല എന്ന് പറഞ്ഞ് അപ്പുറത്ത് പോയി കുളിച്ച്. കുളിയും കഴിഞ്ഞ് ഉടുപ്പും മാറി നിന്നെ നോക്കാൻ കവലെ പോയതാ. ദാ വരുന്ന് ഏതോ ഓട്ടോറിക്ഷക്കാര് ചെളി എറിപ്പിച്ചെന്നും പറഞ്ഞ് അടുത്ത കുളിക്ക് കിഴക്കെ പോയാലും പോയി. ഞാൻ നോക്കിട്ടോ എന്റെ മേത്ത് ചെളിയൊന്നും കണ്ടില്ല. ഇതൊന്നും അല്ലാന്ന് കാര്യം. പെണ്ണ് കാണാൻ പോണ ദിവസം കുറഞ്ഞത് 3 കുളിയെങ്കിലും ഓന്റെ പതിവാ. ഒരു സോപ്പ് മുഴുവനും തീരണം, അതാ ഓന്റെ കണക്ക്. അവന്റെ ഒരു കാര്യം, കുളിപ്പിച്ച് കുഞ്ഞില്ലാണ്ടായിന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ കുളിച്ച് കുഞ്ഞില്ലാണ്ടാവും. കുഞ്ഞാ, എടാ കുഞ്ഞാ, ഭർത്താവേ വല്ല ഒഴുക്കിലും വിട്ടുപോയോ? അല്ലെങ്കിൽ പെണ്ണ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തോ? എടാ കുഞ്ഞിക്കൂനോ! ഇവൻ വെറുതെ മനുഷ്യനെ പേടിപ്പിച്ചല്ലോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങൾ. അടുത്തതായി പ്രേതങ്ങളുടെ താഴ്വര എന്ന ചിത്രത്തിൽ നിന്ന് അത് ഓഫാക്കല്ലേ തോമേട്ടാ. ചലച്ചിത്രഗാനം കഴിഞ്ഞ് വാർത്തകളുണ്ട്. പോകുന്ന വഴി വല്ല വണ്ടി തടയലോ ഹർത്താലൊക്കെ ഉണ്ടെങ്കിൽ അറിയാലോ. പെരുമ്പാവൂർ വരെ ഒരു കുഴപ്പമില്ല. നിങ്ങൾ കയറി വരുന്നുണ്ടോ? വയ്യാത്ത കൈയും കാലും വെച്ച് പുഴക്കിടന്ന് നീന്താ. പിന്നെ വയ്യാത്ത കൈയും കാലും നിങ്ങളെക്കാളും സ്ട്രോങ് എന്റെ കൈയും കാലും. നല്ല ഒഴുക്കുള്ള നേരാ. വല്ല അപകടം പറ്റിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ ആദ്യമായിട്ടല്ലേ പുഴയിൽ ഇറങ്ങുന്നേ. ഈ പുഴയ്ക്ക് എന്നെ അറിയാം. എനിക്ക് പുഴയിൽ അടുത്ത വികലാംഗ കായികമേളയ്ക്ക് എനിക്ക് നീന്തൽ മത്സരത്തിന് പേര് കൊടുക്കണം. കഴിഞ്ഞ പ്രാവശ്യം തവളചാട്ടത്തിന് അപ്പം കഴിക്കും എനിക്കായിരുന്നല്ലോ സമ്മാനം. ഒരു ഒളിമ്പിക്സ് ആണ് എന്റെ ലക്ഷ്യം. ഇതൊക്കെ കെട്ടിച്ചുമന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന എന്തിനാ? മേക്കപ്പ് ഒക്കെ വീട്ടിൽ ചെന്നിട്ട് ആയിക്കൂടെ? കുളി കഴിഞ്ഞാൽ നനവോടെ എന്നെ ഇതൊക്കെ ദേഹത്ത് പുരട്ടണം, എന്നാലേ വെളുക്കുള്ളൂ. ഭയങ്കര വിലയാ. ദേഹം വെളുത്തില്ലെങ്കിലും നമ്മുടെ കുടുംബം വെളുത്ത് കിട്ടും. കിട്ടുന്ന കാശിന് ഇതുപോലുള്ള സാധനങ്ങൾ മേടിച്ചു കൂട്ടാൻ നിനക്കെന്താ വല്ല കിർക്കുണ്ടോ? അവനവന്റെ സൗന്ദര്യം അവനവൻ തന്നെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഒരു 40 വയസ്സ് ആവുമ്പോഴുണ്ടല്ലോ ഇതുപോലെ കളവന്മാരെ പോലെ ആവും. ഇപ്പോഴേ പുറപ്പെട്ടാലേ ഉച്ചയോടങ്ങെത്തു. എന്റെ വീട്ടുകാരോട് ശ്രീധനൊന്നും വേണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെറുക്കനൊരു കുറവുമില്ല, മറ്റുള്ളവരെ അപേക്ഷിച്ച് മുതുകിലൊരു മസിന് കൂടുതലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഒരു സൂചന കൊടുത്തിട്ടുണ്ട്. ഏതായാലും നേരിട്ട് കാണാനുള്ളതല്ലേ. എനിക്ക് ഒരു കാര്യത്തിന് മാത്രം നിർബന്ധമുള്ളൂ. ഞാനും പെണ്ണുകൂടി നടന്നു പോകുന്നുണ്ടാ ആരും അയ്യേ എന്ന് പറയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പെണ്ണ് ഒറ്റയ്ക്ക് പോകേണ്ടി വരും. നീ നാട്ടുകാരെ കാര്യം വിട്. ഇതെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാ മതിയായിരുന്നു. ഇക്കാര്യം നടക്കുമെന്നാ എന്റെ മനസ്സ് പറയുന്നത്. നടന്നാ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ലെങ്കിലേ എന്നെ പെണ്ണടിക്കാൻ വേണ്ടി ഇനിയും കൊണ്ടുനടക്കേണ്ടി വരും. ഇല്ലടാ, ഇത് നടക്കും. ഞാൻ മലയാറ്റൂര് നേർച്ച നടന്നിട്ടുണ്ട്. ഇത് നടന്നാ നിന്നെയും ചുമന്നുകൊണ്ട് മല കയറിക്കോളാന്ന്. ഞാനെന്താ കുരിശോ എന്നെ ചുമന്നുകൊണ്ട് മല കയറാൻ? നമ്മോട്ട് പോയി ടാക്സി വിളിച്ചെന്താ? ഞാൻ ഒന്നുകൂടി മുങ്ങിട്ട് വന്നാലോ? കർത്താവേ അനുഗ്രഹിക്കണേ. എല്ലാ വർഷവും ഇതുപോലെ നല്ല പണി തന്ന് കൈ നിറയെ പണവും തന്ന് സഹായിക്കണേ. ഈ പാവപ്പെട്ടവന് കാത്തോളണേ. ഒന്ന് എളുപ്പം കേറ്റടോ. അടുത്ത പെരുന്നാളിന് കൊടി കയറുന്നതിന് മുമ്പെങ്കിലും താഴത്ത് കയറ്റി തീർക്കോ. ആദ്യ സ്റ്റെപ്പും ആംബിളിഫയറും പോലുള്ള വില പിടിച്ച സാധനം കയറ്റണമെന്ന് ഞാൻ തന്നോട് എത്ര പറഞ്ഞിട്ടോ. ഒന്ന് തടിയാണെങ്കിൽ ചെയ്യണോ. ഞാനേ ഒരു ചായ കുടിച്ചോണ്ട് വരാം. ഒരു കൈ സഹായിക്കുകയാണെങ്കിൽ നമുക്കിത് വേഗം തീർക്കാം. പോണ വഴിക്ക് ചായ കുടിച്ചാ പോരെ. ഞാൻ ചായ കുടിക്കേണ്ട സമയം തീരുമാനിക്കേണ്ടത് ഞാനാ, അല്ലാതെ താനല്ല. മനസ്സിലായില്ലേ? പറയുന്നത് കേക്കണോ. ഞാൻ ചായ കുടിച്ച് വരുന്നതിന് മുമ്പ് ഇതൊക്കെ കേട്ട തനിക്കുള്ള, അല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോകും. മനസ്സിലായില്ലേ? നോക്കി നിൽക്കാതെ ഒന്ന് ഇറക്കാൻ കൂടി ചന്ദ്ര. ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം. എന്ത് പണി പറഞ്ഞാലും അവന്റെ ഒടുക്കത്തെ ചായ കുടി. നീ എന്താ ചായ കുടിക്കാൻ വേണ്ടി മാത്രം ജനിച്ചോ? അതെ, കൂലിപ്പണിയെടുക്കാൻ വേറെ ആളെ നോക്കണം. ലോഡിങ് അൺലോഡിങ് ഒന്നും പറ്റില്ലെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. പുറത്ത് വയറിങ്ങിന് പോയാലേ എനിക്ക് പോയിന്റിന് ക്യാഷാ. അന്നാ ഞാൻ തരുന്ന കാശല്ലേ. ഒരു കാര്യം പറഞ്ഞേക്കാം,
ഇത് തന്റെ സ്ഥാപനമാണെങ്കിലും ഒരുമാതിരി മുതലാളിത്തോട് കാണിച്ചാണ്ടല്ല പിന്നെ ഒരു പള്ളി പെരുന്നാൾ തന്റെ ബൾബ് കത്തൂല. ആഗോളവൽക്കരണത്തിന്റെ കാലഘട്ടത്തിൽ ഒരുമാതിരി പെറ്റിപൂശയെ പോലെ പെരുമാറരുത്. എനിക്കിത് കിട്ടണം. ഇവിടെ ഇപ്പൊ നീ മുതലാളി, ഞാൻ നിന്റെ പണിക്കാരനല്ലേ? മേരിക്കുട്ടിയുടെ അപ്പനോട് അന്നേ ഞാൻ പറഞ്ഞതാണ്, സ്ത്രീധരമായിട്ട് എനിക്ക് ഈ സ്ഥാപനം വേണ്ടെന്ന്. പണിയെടുക്കാത്തൊരു പണിക്കാരനും വേണ്ടാത്ത പണിയെടുത്ത് ഷോക്കടിക്കാൻ ഞാനും. എന്ന് ഇയാളെ പിടിച്ചു ചന്ദ്രപ്പ- അല്ലെങ്കിൽ വേണ്ട, ഇയാളുടെ പണ്ടാണെങ്കിൽ ജോലി ഞാൻ രാജിവെച്ചേക്കണം. ഇതെന്താ ടെസ്റ്റ്? എന്റെ രാജിക്കത്ത് ചന്ദ്ര ഓടോ ദിവാര, ഹൈ വോൾട്ടേജിൽ ഒരു ചായ. ഇപ്പൊ തരാം. ഇന്നലത്തെ പള്ളി പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു ചന്ദ്ര? ഓ, സ്ത്രീകൾ പൊതുവെ കുറവായിരുന്നു. രാത്രി നാടകത്തിനാണെങ്കിൽ ലേഡീസ് തീരെ ഇല്ല. അതങ്ങനെ TV സീരിയൽ ഉപേക്ഷിച്ചിട്ട് ഇവറ്റകളൊന്നും പുറത്തിറങ്ങണ്ടേ? ചന്ദ്ര ടങ് ടടാ. ഇതങ്ങോട്ട് പിടിച്ചേ. എന്തേത് അപ്പോയിന്റ്മെന്റ് ഓർഡർ. താൻ കൊണ്ട് പുഴുങ്ങി തിന്നി. നീ ഇങ്ങനെ നിസ്സാര കാര്യത്തിൽ പിണങ്ങിയാലോ? വേണ്ട, താൻ ഒന്നും പറയണ്ട. തന്റെ കൂടെ ഇനി പണിക്കൂല. ന്യൂട്രോ ഫേസ് തിരിച്ചറിയാത്ത താൻ എല്ലാം കൂടി ഒറ്റക്കങ്ങ് നടത്ത്. ഒറ്റയ്ക്ക് നടത്താനോ? എടാ നിനക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇവിടെ ഫീസ് കുത്തിയ അങ്ങ് ഇടുക്കിയിലെ കറണ്ട് വരെ അടിച്ചു പോകും. ഇതാ ചായ. ഇതെന്താ രാവിലെ ലൈറ്റ് സൗണ്ട് തമ്മിൽ അങ്ങോട്ട് ഉടക്കിയ? ഏയ്, ഇതെന്നും പതിവുള്ളതല്ലേ. ഞങ്ങള് പ്രദേശ കൈയെടുക്ക. ദിവാര, ഓ, ഇവന് കഴിക്കാനായിട്ട് അപ്പോ മോട്ടോറോസ്റ്റും കൂടി വേണ്ട, ഞാൻ പല്ലിയതില്ല. പുട്ടും കറലേ മതി. ആ. ഡോ, 2 പപ്പടം വെച്ചേക്ക്, ഒരു ഭംഗി ഇരിക്കട്ടെ. ഓ. എന്നാ 2 മുട്ടയും വെച്ചരി, ഭംഗി കുറക്കണ്ട. ആ തോമസ് ചേട്ടാ, ആ കുഞ്ഞൻ തോമസ് ചേട്ടാ 2 പ്രാവശ്യം വന്നിരുന്നു. അവിടുന്ന് ബൂത്തും തുറന്നിട്ടില്ല. എന്താ പ്രശ്നം വല്ലോണ്ടോ? കർത്താവേ, ഇന്ന് അവനെയും കൊണ്ട് തൃപ്രയാറ് പെണ്ണ് കാണാൻ പോകേണ്ട ദിവസാ. അപ്പൊ കഴിഞ്ഞ ആഴ്ച കൊല്ലത്ത് പോയി കണ്ട കാര്യം വേണ്ടാന്ന് വെച്ചോ? പെണ്ണിന് നിറം പോരാന്ന് പറഞ്ഞ് നമ്മുടെ കുഞ്ഞിനത് ഇഷ്ടപ്പെട്ടില്ല. കൊരട്ടി പോയി കണ്ട പെണ്ണിന് മുടി പോരാ, കൊല്ലത്ത് പോയി കണ്ട പെണ്ണിന് നിറം പോരാ, കൊച്ചി പോയി കണ്ട പെണ്ണിന് മണം പോരാ. അവന് പറ്റിയൊരു പെണ്ണുണ്ട്, ആരാണ്? ഐശ്വര്യ റോയ്. നീ കളിയാക്കിയൊന്നും വേണ്ട, അവന് പറ്റിയ നല്ലൊരു പെണ്ണിനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചു കൊടുക്കും. എടാ, സിഗരറ്റ് വലിക്കില്ല, ചായ കുടിക്കില്ല, പല്ല് തേക്കാതെ പുട്ടും കടലേം തിന്നില്ല. അവനെ പോലെ സൽസ്വഭാവിയായ ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ കരയിൽ വേറെ ആരാ ഉള്ളത്? അത് ശരിയാ. കൈ നിറയെ നല്ല സമ്പാദ്യം, പോരാത്തിന് ഒറ്റത്തടി. വന്ന പെണ്ണിനെ അവൻ പൊന്നു പോലെ നോക്കും. ഞാനൊന്ന് ചെല്ലട്ടെ, ഇനി വൈകിയ ചീത്തയൊക്കെ അവന്റെ വായിന്നായിരിക്കും. ആ എടാ മോനെ ചന്ദ്ര, ആ, നീ കടയിൽ തന്നെ കാണണേ. ആ. ദാ, ഒരു പഴവും പറ്റവന്റെ പേരിൽ എഴുതിക്കും. എന്റെ ആ ഇവിടെ അപ്പൻ രണ്ടല്ലേ? അയ്യോ, ആര് പറഞ്ഞ പട്ടി എനിക്ക് രണ്ടപ്പനാണെന്ന്? അതല്ല, നിങ്ങൾ കഴിച്ച 2 അപ്പല്ലേ ചോദിച്ചത്. അങ്ങനെ വാദം പറയണ. അവന് 2 അപ്പനുള്ള നാട്ടിൽ പാട്ടാണ്, പിന്നെ നിങ്ങൾ അതൊക്കെ വിളിച്ചു പറയുന്നത് എന്തിനാ? നിനക്ക് അവന് പുട്ട് കൊടുത്താൽ പോലായിരുന്നാ? അതുകൊണ്ടല്ലേ ഈ പ്രശ്നം ഉണ്ടായത്. മേലിൽ അവൻ അപ്പം കൊടുത്തു പോരുത്. അഥവാ അവൻ അപ്പം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരപ്പം കൊടുത്താൽ മതി. എന്താണുമ്മ ബോംബെ ജമാനെ വിളിക്കാതെ പറഞ്ഞിട്ടുണ്ടാ? ഓനായിരിക്കും ഈ വിളിച്ചോണ്ടിരിക്കണത്. ഉച്ചയോടെ എട്ടാന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞൻ എന്താ പെണ്ണിന്റെ പുരയിൽ പൊറുതി തുടങ്ങിയ? വരുന്ന വഴിക്ക് കുഞ്ഞിന് വേറെ പെണ്ണ് കാണാനുണ്ടാവുമ്മ. അല്ലാതെ നിന്ന് അല്ലാതെ വന്ന് മണിക്കൂർ 4 നമ്മളിവിടെ കുത്തിയിരിക്കാൻ തുടങ്ങിയിട്ട്. ആ എന്താ ടോമ, ഈ പെണ്ണിനെങ്കിലും ഇവന് പിടിച്ചാ? ഇവനെന്റെ വെട്ടുപോത്ത് പോണ പോലെ പോണത്. ഞാൻ വേറെ പെണ്ണ് നോക്കാൻ പറഞ്ഞ എന്റെ പരിഭവാ. ആ ഉമ്മ, ഞാൻ പറയാൻ മറന്നു. ഇന്നലെ രാത്രി ജമാൽ വിളിച്ചിരുന്നു. അവന് ഞാൻ അടുത്ത ആഴ്ച വിളിക്കുള്ളൂ എന്ന് പറഞ്ഞു. എന്താ ഹിമാറെ, ഇത് നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നാ? അല്ല, നീ പെണ്ണ് കാണാൻ പോയിട്ട് എന്താ വിശേഷം? ആ അതൊക്കെ പറയാം. എന്റെ പ്രേമ പാരനല്ലേ കരളെ, എന്റെ ചക്കര മോളലടി. എവിടെന്നാ വൃത്തിയുടെ ശബ്ദം? എന്റെ അല്ലാട്ടോ. ഒരു തെണ്ടി ഡിസ്റ്റർബ് ചെയ്താ മോളെ. അസ്സലാമലൈക്കും. എനിക്ക് ദുബായിക്കൊന്ന് വിളിക്കണമല്ലോ. ഇൻകമിങ് സംസാരിച്ചോണ്ടിരിക്ക, സമയം എടുക്കും. ചേട്ടൻ ഇപ്പൊ പോയിട്ട് രാത്രി വാ. രാത്രി വിളിച്ചാൽ 10 കാശാവുള്ളൂ. എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അയ്യോ, അതിലും വലിയ അത്യാവശ്യ. അവരുടെ ലൈഫിന്റെ പ്രശ്ന. ചേട്ടനോട് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഒരു 10 കിലോമീറ്റർ പോയാൽ അവിടെ ഒരു ബൂത്തുണ്ട്, അവിടെ പോയി വിളിച്ചോളൂ. എന്നാ പിന്നെ എനിക്ക് ദുബായിക്ക് നേരിട്ട് പോയി പറഞ്ഞൂടെ? എന്നാ പിന്നെ അതാ നല്ലത്. ഔട്ട് ഗോയിങ് ഫ്രീ ആയിരിക്കും, പ്ലെയിനിന്റെ കാശാവുള്ളൂ. ഇവനെയൊക്കെ ആരുടെ അവിടെ പിടിച്ചിരുത്തിക്കുന്നത്? നിന്റെ അപ്പലടാ പട്ടി. ചന്ദ്ര, ഒരു ഉമ്മ ഞാനും, ഒരു ഉമ്മ ഞാനും, ഒരു മാളാ. ഒച്ചോ, സ്നേഹമില്ലാത്ത കുട്ടി. 12:55 കൊച്ചി സിദ്ധാർത്ഥയിൽ ആലിസ് വിളിക്കും. അപ്പൊ ഇപ്പൊ വിളിച്ചത് ആരാ? ഇപ്പൊ വിളിച്ചത് കലാനിലയത്തിലെ നിമ്മിയല്ലേ? ഓ, നിന്റെ ഒരു യോഗം. എടാ ചന്ദ്ര, എന്തൊക്കെയാ അവള് പറഞ്ഞത്? ഒന്ന് കേക്കട്രാ. ഈ കാമുകനും കാമുകനും തമ്മിലുള്ള സല്ലാപ രഹസ്യം പുറത്തു പറയാൻ പാടില്ല കുഞ്ഞാ. എടാ, ഞാൻ ഈ ബൂത്ത് നടത്തുന്നത് തന്നെ പ്രേമിക്കുന്നവർക്ക് വേണ്ടിട്ടാ. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇൻകമിംഗ് കോൾ വരുന്നത് ഈ ബൂത്തിലാ. കാമുകി കാമുകന്മാർ സംസാരിക്കുന്നത് കേൾക്കുന്നത് തന്നെ എനിക്കൊരു കുളിര.
കാക്കയുടെ വിശപ്പം തീരും, പശുവിന്റെ കടിയും മാറും. എന്താടാ അവള് പറഞ്ഞത്? ഒന്ന് പറയടാ. ദേ, നീ അയന്റെ പേരിൽ പറയാ, ആ, പുറത്താരോടും പറയരുത്. അവൾ എന്നോട് പറയാ എന്നെ കാണാൻ കമലഹാസന്റെ പോലെ ഉണ്ടെന്നു. കമലാസന്റെ ആയിരിക്കില്ല, കമലയുടെ ആസനം എന്നായിരിക്കും പറഞ്ഞേ. നിന്റെ ഒരു തമാശ. ദേ 12 ആലീസ്. കമലാസനം ചെല്ല്. 4 ആള് വിളിക്കാൻ വരുന്ന സമയാ. ഇപ്പൊ തന്നെ കയ്യിൽ നിന്ന് ദുബായി പോയി. കരിക്കട്ട പോലെ ഇരിക്കണേ. എന്നിട്ട് അവനും പെണ്ണ്. എന്റെ കാര്യം ആലോചിക്കുമ്പോഴാ ഓ പേടിപ്പിച്ചു കളഞ്ഞു. ഓ ഈ പണ്ടാറപ്പല്ല് പിന്നെ പൊന്തിയോ? ഏയ് ഇല്ല, 2 ഇഞ്ച് താഴ്ന്നിട്ടുണ്ട്. പുഴയിലെ വെള്ളായിരിക്കും. ഏ? ഹലോ, എന്താ കുഞ്ഞാ ഒറ്റയ്ക്കിരുന്ന് സൗന്ദര്യം കാണുക? ഇന്നലെ ഫേഷ്യൽ ചെയ്യാൻ മറന്നു, അതുകൊണ്ട് ചെറിയൊരു കരിവാളിപ്പ്. ലക്ഷ്മി കുഞ്ഞിന് സുഖം തന്നെ അല്ലേ? അച്ഛന് സമയാസമയങ്ങളിൽ കള്ളമാരൊക്കെ കിട്ടുന്നുണ്ടോ? ഞാൻ ഒരു ഫോൺ ചെയ്തോട്ടെ. വിളിച്ചോളൂ വിളിച്ചോളൂ. വീട്ടിലെ ഫോൺ തകരാറിലായി കാണുമല്ലേ? കുത്തിക്കോളൂ കുത്തിക്കോളൂ. ഹലോ, ഞാനാ. ഇന്നലെ നീ എവിടെയായിരുന്നു? ഒന്ന് കാണാൻ വേണ്ടി ഞാൻ എവിടേക്ക് അന്വേഷിച്ചെന്നറിയോ? എല്ലാം കുഴപ്പമായി. ആ കോളേജിൽ നിന്ന് അച്ഛൻ എന്റെ TC വാങ്ങി എന്നെ വിമൻസ് കോളേജ് കൊണ്ടുപോയി ചേർത്തു. ഇനി ഞങ്ങളുടെ ഈ ജംഗ്ഷനിൽ നിന്ന് കോളേജ് ബസ് കയറിയാ നേരെ കോളേജിനകത്ത് ചെന്നിറങ്ങണം. ഇനി പഴയ പോലെ കാണാൻ പറ്റുമെന്ന് തോന്നില്ല. നിന്നെ ഏത് നരകത്തിൽ കൊണ്ട് ഒളിപ്പിച്ചാലും പ്രസാദിന് കാണണമെന്ന് തോന്നിയാ കണ്ടിരിക്കും. ദേ, കോളേജിൽ വന്ന് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്യരുത്. അപ്പൊ ഇനി മുതൽ നിന്നെ കാണാൻ സംസാരിക്കുന്നു വേണ്ടെന്നാണോ? അയ്യോ, ദേഷ്യപ്പെടല്ലേ. ഞാൻ എന്നും ഇതുപോലെ അങ്ങോട്ട് വിളിച്ചോളാം. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു നമ്പർ തരാം. ഒരു മിനിറ്റ്. ഇവിടുത്തെ നമ്പർ ഞാൻ ഒരാൾക്ക് കൊടുക്കട്ടെ? കൊടുത്തോളൂ കൊടുത്തോളൂ. ഇതൊരു STD ബൂത്തിലെ നമ്പറാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടുത്തെ ആളെ ഒന്ന് പരിചയപ്പെടുത്താം. ഹലോ, എല്ലാവരും എന്നെ വിളിക്കുന്ന കുഞ്ഞെന്നാ, പക്ഷെ എന്നെ ഞാൻ വിളിക്കുന്നത് വിമൽ കുമാർ എന്നാ. താൻ തന്നെ എന്തെങ്കിലും വിളിക്കേ. അവിടുത്തെ നമ്പർ പറയ്. 33415. രാവിലെ 8:30 മണിയോടെ ഇവിടെ വിളിച്ചാൽ മതി. എന്ത് മെസ്സേജ് ഉണ്ടെങ്കിലും ഞാൻ പാസ് ചെയ്തോളാം. പിന്നെ ഇതിന്റെ ഇടയിൽ ഞാനുള്ള വിവരം അദ്ദേഹം അറിഞ്ഞാ എന്റെ ഷേപ്പ് മാറ്റും. ഇപ്പൊ തന്നെ ദൈവ ഷേപ്പ് മാറ്റിയാ വിട്ടിരിക്കുന്നത്. ഇനിയും ഷേപ്പ് മാറിയാ ചിലപ്പോ പരിചയക്കാരും അല്ല എന്നെ തിരിച്ചറിയൂല. ആരറിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ഞാനെന്നും വിളിക്കും. വിളിച്ചാൽ ലക്ഷ്മി എനിക്ക് കിട്ടിയിരിക്കണം, മനസ്സിലായല്ലോ? ഓ, ആള് ഭയങ്കര ചൂടനാ. നിങ്ങളെ ലവാ? ഞങ്ങളെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതിൽ താങ്ക്സ് ഉണ്ട് കേട്ടോ. ഓ, ഇതിനൊക്കെ എന്തൊന്ന് താങ്ക്സ്. ഇതൊക്കെ എനിക്കൊരു ത്രില്ലാ. 399 മുഴുവൻ ചില്ലറയാണല്ലോ. പിച്ചക്കാരനാണോ? പിച്ചക്കാരന്റെ അപ്പനാടാ. വെറുതെ അല്ലടാ ദൈവം നിനക്ക് കൂനാന്ന് തേണ്ടി. ഒന്നും വേണ്ടായിരുന്നു, വെറുതെ തെറി കിട്ടും. ഫോൺ ഫോൺ. അയ്യോ, ബസ് വരും. ഇപ്പൊ വേണം. ആരും കാണില്ല. വാ. ദൈവമേ, ഇവൻ അടുത്തിടിക്കുള്ള ടെൻഡർ ക്ഷണിക്കാണ, അതും സർക്കിളിന്റെ മോള്. അയ്യോ, ഞാനൊരു കാര്യം മറന്നു. ഞാൻ ഒന്ന് വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് വരാം. വേഗം വരണം, ബസ് പോരും. എടാ ഭയങ്കര, ഇത്ര പെട്ടെന്ന് വളച്ചോ? ഇപ്പോഴത്തെ പെമ്പിളേക്ക് വളഞ്ഞിരിക്കുന്നവന്മാരാണ് ഇഷ്ടം. പ്രസാദ് സാറ് രാവിലെ 2 പ്രാവശ്യം വിളിച്ചിരുന്നു. വന്നാലുടനെ ഞാൻ അങ്ങോട്ട് വിളിപ്പിക്കാന്ന് പറഞ്ഞു. വേഗം വിളിച്ചോളൂ. ഓ, അങ്ങോട്ട് വിളിക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വന്നു. ഹലോ, ഇൻകമിങ് എനിക്കാണോ? അല്ലെ തറവാട്ട് പറഞ്ഞോളതാ. ഹലോ, കുഞ്ഞൻ STD ബോത്ത്. ആ, അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയായിരുന്നു. ഇതാ ഇവിടെ ഉണ്ട്, കൊടുക്കാം. ഹലോ, ഞാൻ ലക്ഷ്മിയാ. എത്ര പ്രാവശ്യം വിളിക്കണു? എനിക്ക് നിന്നെ കാണണം, കണ്ടേ പറ്റൂ. കുറച്ചു നാളത്തേക്കെങ്കിലും കാണാതിരിക്കുന്നതാ നല്ലത്. ഇനി നമ്മൾ തമ്മിൽ കണ്ടെന്നറിഞ്ഞാ എന്റെ പഠിപ്പ് നിർത്തുന്ന അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. എനിക്കൊന്നും കേക്കണ്ട, ഞാനിന്ന് നിന്റെ കോളേജിലേക്ക് വരും. പ്രസാദ്, വെറുതെ അബദ്ധമൊന്നും കാണിക്കരുത്. അയ്യോ, ബസ് വന്നു. ഹലോ 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 ഹലോ. ആ, കോളേജ് ബസ് വന്നുകൊണ്ട് ലക്ഷ്മി കുഞ്ഞ് പോയി. പോയോ?
എനിക്ക് അവളെ കാണണം, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. പ്രസാദ് സാർ വിഷമിക്കണ്ട, നിങ്ങൾക്ക് തമ്മിൽ കണ്ട് സംസാരിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓ ശരി. പെണ്ണ് കണ്ടിട്ട് വരാം. ഓ നീ എന്താ കുമ്മായത്തില് മുഞ്ഞിയും കുത്തി വീണ? എനിക്കിതിന് സൗന്ദര്യം കൂടി പോയതിന് ഞാൻ എന്ത് തെറ്റിയതടാ പട്ടി? കൂടിപ്പോയത് സൗന്ദര്യമല്ല, കൂനല്ലേ? ഇത് കൂനല്ല, ജിം എടുത്തപ്പോ മസിൽ വെട്ടി കയറിയതാ. ഇവന്റെ ഒക്കെ വിഷമം കണ്ടു കഴിഞ്ഞാൽ കൂന് ഇവന്റെ അപ്പന്റെ തലയിലാന്ന് തോന്നുന്നു. ഓ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ചട്ടുകാലിനാ ശകുനം. ചത്തുകൊള്ളു ഞൊണ്ടി. നീ ഇന്ന് വേഗം വന്നേ, വരിയല്ലേ? സമയം എന്തായെന്നറിയോ? എത്രയെങ്കിലും ആവട്ടെ, വേഗം വാ. ഞാൻ പുറയിലിരുന്നോളാം. ഞാനാ മണവാളൻ. പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട അപ്പൊ തന്നെ കൂട്ടിക്കൊണ്ടിരാലോ. ഒന്ന് തുറന്നേ. ചോദിച്ച് വലിച്ചു പറിച്ചെടുക്കുവോ ഇതൊക്കെ? പെട്ടോട്ടശായിരുന്നു ഇതിൽ നല്ലത്. ആ വിട്ടോ. അതെ വേഗം വിട്ടോ. പെണ്ണുങ്ങൾ ആരുടെങ്കിലും കൂടെ പോയാൽ തീർന്നു. അതെ, കുഞ്ഞൻ എവിടെ പോയതാ? ഒരു പെണ്ണിനെ പേടിപ്പിക്കാൻ. പീഡിപ്പിക്കാൻ? പേടിപ്പിക്കാൻ. ഓ, പെണ്ണ് കാണാ. എന്താടാ? ഞാൻ കൂളിംഗ് ഗ്ലാസ് എടുത്തില്ല. ഓ, ഇനി ഒരു കൂളിംഗ് ഗ്ലാസും കൂടി വെക്കാത്ത കുറവേ ഉള്ളൂ. എന്നിട്ട് വേണം അന്ധനാണെന്ന് കൂടി പറയിപ്പിക്കാൻ. അന്തനോ? എന്തോ ചെയ്യടാ? നീ എന്തിനാ ചിരിക്കുന്നേ? എനിക്കിന്ന് കുഞ്ഞ് ജനിച്ചു. ഈ കാരണത്താ? വേണ്ടാത്തൊന്നും പറയണ്ട, വെറുതെ ആൾക്കാർ എന്നെ സംശയിക്കും. നീ ഒന്ന് ഡീസന്റ് ആയിട്ടിരി, സ്ഥലം എത്താറായി. ഓ ആ നിർത്ത് നിർത്ത് നിർത്ത്. എന്നെ നിവർത്താനോ? വണ്ടി നിർത്താനാ പറഞ്ഞത്. ഓ ഞാൻ വിചാരിച്ചു നടക്കാത്ത കാര്യം എന്താ വിളിച്ചു പറയണേ. കൃഷ്ണ വാ. സൂക്ഷിച്ച്. ആ ഇതാ പെണ്ണിന്റെ വീട്. ആ വീട് പോരാ കേട്ടോ. ഞാൻ വിചാരിച്ചു 2 നില വീടായിരിക്കും. നിലമറന്ന് സംസാരിക്കരുത് കേട്ടാ. ആ പൗഡറൊക്കെ ഒന്ന് തൂത്ത് കളടാ. കൂടിപ്പോയോ? ഇല്ല, കുറഞ്ഞു പോയി. അതാ തൂക്കാൻ പറഞ്ഞ്. ഞാൻ ഒന്ന് മുള്ളിട്ട് വരാം. എന്താ ഈ സമയത്ത് ഒരു മുള്ളല്? നിന്നെ കൊണ്ടല്ല അകത്തേക്ക് പോകുന്നത്, അവിടെ ഇരുന്ന് മുള്ളണ്ടാന്ന് കരുതി. എന്നാ പിന്നെ 2 കൂടി കഴിച്ച് തന്നാ മതി. പെണ്ണിന്റെ പേരിലായിരിക്കും വീട്. വിറ്റ എന്ത് കിട്ടാവോ? കല്യാണത്തിന്റെ അന്ന് തന്നെ വിപ്പിക്കണം. ഇവിടെ ആരുമില്ലേ? എടോ ഇവിടെ ഒന്നുമില്ല, ശനിയാഴ്ച വാ. അതെ, തോമയായിരുന്നു. അയ്യോ ഇത് പിച്ചക്കാരനല്ല, താൻ ചെറുക്കനായിട്ട് വരാന്ന് പറഞ്ഞിട്ട്. ആ മുതലല്ലേ ഈ നിൽക്കുന്നത്. അയ്യോ എന്നാ കേറുവാ. പൗഡർ തുടച്ചതാ കുഴപ്പമായത്. അല്ലെങ്കിൽ നീ മമ്മൂട്ടിയല്ലേ? ഇതാ വലത് കാലി. അയ്യോ ഞാൻ ഇടതാ. കേറ്. ഇവിടെ 18 പടി കെട്ടാമായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ പെൺകുട്ടി എനിക്ക് ഇഷ്ടായി. ഇത് പെണ്ണിന്റെ അമ്മയാണ്. സോറി, ചർമ്മം കണ്ട പ്രായം തോന്നില്ല. അച്ഛൻ എന്നോട് ക്ഷമിക്കണേ. മോന്റെ പേരെന്താ? കുഞ്ഞൻ. കുഞ്ഞെന്നൊക്കെ നാട്ടുകാർ വിളിക്കുന്നേ, പക്ഷെ എന്നെ ഞാൻ വിളിക്കുന്നത് വിമൽ കുമാർ എന്നാ. ആ പേരെപ്പേട്ട് ഇപ്പൊ ഇട്ടു ചവിട്ട് കൂട്ടി ഞാൻ. ഞാൻ മോളെ വിളിക്കാം. സുഹാസിനി. സുഹാസിനി സിനിമാ നടിയുടെ പേരാ. സുഹാസിനി വിമൽ കുമാർ. ഡീസന്റ് വീടല്ലേ? അങ്ങോട്ട് പാട്ടോ. നാണിക്കണ്ട, മണവാളുടെ മുഖത്തേക്ക് നോക്കിക്കോ, പിന്നെ കണ്ടില്ല എന്ന് പറയരുത്. ആ ഇല്ലേ? നല്ല
നല്ല കുട്ടി. ഒറ്റ മോളേ ഉള്ളൂ. മതിലോ? ഞാൻ പൊരന്നറിഞ്ഞ് നിൽക്കാണെന്ന് കരുതി എന്റെ ഭർത്താവാകാൻ പോകുന്ന ആളെ കുറിച്ച് എനിക്ക് ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. നിനക്കറിയോ? തന്തയും തള്ളയും കൂടെ ഒരാലോചന കൊണ്ടുവന്നിരിക്കുന്നു. ആ കൂനന് വിവാഹം കഴിക്കുന്നതിലും ഭേദം ജീവിതകാലം മുഴുവൻ ഒരു വിധവയെ പോലെ ഞാനിവിടെ കഴിയുന്നതാ. അവന്മാരോട് ഇറങ്ങി പോകാൻ പറ. ഞാനിവിടെ നിന്നോളാം. ആ പരന്ന കൂനനെ കണ്ട് ഞാൻ ജീവിതം വെറുത്തുപോയി. എനിക്ക് കല്യാണം വേണ്ട. ശാശി അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? മഞ്ജു വാര്യറാണെന്ന വിചാരം. വെറുതെ അല്ല വളർച്ച മുരടിച്ചു പോയത്. ആരുടെ മഞ്ജു വാര്യരെയോ? ദേ ആ ഇഴജന്തുന്റെ. ഞങ്ങൾ ഇറങ്ങാ. മോള് വളർന്ന് വലുതായിട്ട് വരാം. നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? എന്തായാലും വന്നല്ലേ, ചായ കുടിച്ചിട്ട് പോവാം. 75 വീട്ടിൽ നിന്ന് പെണ്ണ് കാണാൻ നടന്ന് ചായ കുടിച്ചത് പോരെ? ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല ചായ കുടി. എന്നെ കൊണ്ടുവരുന്ന 100 വീട്ടിൽ നിന്ന് ചായ കുടിച്ചേക്കാന്ന് ചേട്ടനോടെ നിറച്ചുണ്ടോ? എഴുന്നേറ്റ് പാടേ. എന്തായാലും ഇവിടെ വരെ വന്നാലേ കാറ് കാശെങ്കിലും മുതലാവട്ടെ. പണ്ട് കപ്പലിന്റെ കച്ചവടം ചെയ്തത് നന്നായി. കുമ്പിള് കുത്താൻ പറ്റി. പട്ടി ബിസ്ക്കറ്റോ? വെറുതെ അല്ല പെണ്ണ് കിടന്ന് കുരക്കണത്. ഇതല്ലേ തീറ്റ.